ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്സ് ഇസ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ റേഞ്ച് ഈസ് ദ ഡാഷ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരാം. ഇപ്പൊ 1, 5, 8, 10, 7, ഇങ്ങനെ ഞാനൊരു 5 ഒബ്സർവേഷൻസ് എടുക്കുകയാണ്, 5 ഡേറ്റ എടുക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. ഏറ്റവും വലിയ നമ്പർ 10 ആണ്. ഏറ്റവും ചെറിയ നമ്പർ 1 ആണ് അല്ലെ? ഏറ്റവും ചെറിയ നമ്പർ 1 ആണ്. അപ്പൊ ഈ 10നെ -1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ആണ് അല്ലെ? 9 ആണ്. ഈ 9 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഈ 9 ആണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് റേഞ്ച്. അപ്പോ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻസ്, ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് തന്നാൽ അതിനകത്ത് ഏറ്റവും വലിയ ഒബ്സർവേഷനും ഏറ്റവും ചെറിയ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് ഹയസ്റ്റ് നമ്പറും ലോവസ്റ്റ് നമ്പറും നമുക്ക് തന്നിട്ടുള്ളതിൽ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഒരു റേഞ്ച് മനസ്സിലായോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, എന്റെ റേഞ്ച് നിനക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറയില്ലേ. അതായത് നമുക്ക് ഏറ്റവും എക്സ്ട്രീം പോകാൻ പറ്റുന്നതും ഏറ്റവും ലോവസ്റ്റ് പോകാൻ പറ്റുന്ന പോയിന്റുകളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് ഒബ്സർവേഷൻ. കേട്ടോ? അപ്പം എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അത്രയാണ് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ക്ലാസിഫിക്കേഷൻ? വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ? അപ്പൊ അതിനെ നമ്മൾ മേ ബി ടേബിൾസ് ആക്കും. അപ്പൊ ആ ടേബിൾസ് ഒക്കെ ആക്കി നമുക്ക് അതിനെ പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ടെക്നിക് ആണ്. വിത്ത് ഹെൽപ്പ് ഓഫ് വിച്ച് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ പലതായിട്ട് അറേഞ്ച് ചെയ്യുന്നു, പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസ്സുകളായിട്ട് അറേഞ്ച് ചെയ്ത് അതിനെ ടേബിൾസ് ഒക്കെ ആക്കി. നിങ്ങൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളുകളൊക്കെ വരച്ച് പഠിച്ചതാണല്ലോ. അപ്പോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്തതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റോ ഡേറ്റ ആൻഡ് ക്ലാസിഫൈഡ് ഡേറ്റ. നമ്മൾ പഠിച്ചതാണ്. റോ ഡേറ്റ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഡേറ്റയാണ് അല്ലെ? അതായത് നമ്മളിപ്പം കുറെ നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, 1 to 10 നമ്മുടെ കയ്യിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതൊരു റോ ഡേറ്റയാണ്. ഓക്കെ, നമ്മൾ ഒന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അതേസമയം റോ ഡേറ്റ എടുത്ത് നമ്മൾ അതിനെ കൃത്യമായിട്ട് സമ്മറൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തെടുക്കുന്ന ഡേറ്റയാണ് നമ്മൾ ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറയുന്നത്. കേട്ടോ? അപ്പൊ ആ ഒരു വ്യത്യാസം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. റോ ഡേറ്റ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഫോമിലുള്ള ഡേറ്റയാണ്. അതേസമയം ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള ഡേറ്റ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഇത്ര ഓക്കെ ആണോ? ഈ 2 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് അതെ, ഫ്രീക്വൻസി ടേബിളും ഫ്രീക്വൻസി അറേയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി ടേബിളും ഫ്രീക്വൻസി അറേയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഫ്രീക്വൻസി ടേബിൾ? ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? അതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വേരിയബിളിൽ പറയുന്നതാണ്. നമ്മൾ ക്ലാസ് തിരിച്ചു പറഞ്ഞില്ലേ, അതായത് 0 to 10, 10 to 20 എന്നൊക്കെ പറഞ്ഞു. അതാണ് ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഫ്രീക്വൻസി അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രീറ്റ് വേരിയബിൾ അല്ലെ? ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ മാത്രം എടുക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്പെസിഫിക് അല്ലെ, നമ്മൾ പറഞ്ഞു ഹൈറ്റ്, എന്താണ് ഹൈറ്റ് വെയിറ്റും അല്ല,
നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം, ഇതൊക്കെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിളിൽ പറയുന്നത്. അപ്പൊ ഈ ഡിസ്ക്രീറ്റ് വേരിയബിളിലാണ് നമ്മൾ ഫ്രീക്വൻസി അറേ യൂസ് ചെയ്യുന്നത് അല്ലെ. സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂവിന് നേരെ നമ്മൾ ടാലി ഇട്ട് എഴുതുന്നതാണ് സംഭവം. അപ്പൊ അത് ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം. അടുത്തത് ദേ ഞാൻ പറഞ്ഞു MCQ ആയിട്ടും അല്ലാതെ ഡിഫറൻസ് ആയിട്ടും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂണിവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും. യൂണിവേരിയറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വേരിയബിൾ ആണ് അല്ലെ. സിംഗിൾ വേരിയബിളിനെയാണ് നമ്മൾ യൂണിവേരിയറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു വേരിയബിൾസിനെയാണ് നമ്മൾ ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ടേബിളും ഫ്രീക്വൻസി അറേയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതണം. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ദാണ്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ദാണ്ട് ഈ ഒരു ലാസ്റ്റ് ഭാഗത്തോട്ട് വരുമ്പോ ആഡ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും ചെയ്തു നോക്കുക കേട്ടോ. എന്തായാലും ചെയ്തു നോക്കണം, നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ സിറ്റി ഓഫ് 45 ഫാമിലീസ്, ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ട് 45 ആണ്. They surveyed for the number of domestic appliances they used. Prepare a frequency array ആണ് കേട്ടോ. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഫ്രീക്വൻസി അറേ ആണ്. അപ്പോ ഫ്രീക്വൻസി അറേ ഉണ്ടാക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇവിടെ വേരിയബിൾസ് എഴുതുന്നു, ഇവിടെ ഫ്രീക്വൻസി എഴുതുന്നു. ഓക്കെ, ഇവിടെ ഒബ്സർവേഷനോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാമേ. ഞാനിപ്പോ ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കുക, വേണമെങ്കിൽ ടാലി ഇട്ട് എഴുതാം, ടാലി ഇട്ടാൽ തെറ്റിപ്പോത്തില്ല. ഓക്കെ, ടാലി ഇട്ട് എഴുതാം, ടാലി ഇടാതെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ചെറിയ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ 0 കണ്ടു, സോ 0 തന്നെയായിരിക്കും ഏറ്റവും ചെറിയ വാല്യൂ അല്ലെ. 0 എഴുതി. 0 എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇതേ ഇവിടെ നിന്ന് ഈ ഒരു അറ്റം പിടിച്ച് നോക്കിയപ്പോ 0 ഒരെണ്ണേ ഉള്ളൂ. സോ ഫ്രീക്വൻസി 1. ഓക്കെ, കാരണം ഒരു 0 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഫ്രീക്വൻസി 1 എന്ന് കൊടുക്കാം. അടുത്തത് നമുക്ക് 1 കൊടുക്കാം അല്ലെ. അടുത്ത നമ്പർ ഇവിടെ ഏറ്റവും അടുത്ത നമ്പർ ആയിട്ട് കിടക്കുന്നത് 1 ആണ്. സോ നമ്മൾ ഇവിടെ 1 കൊടുക്കുന്നു. 1 എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6. 6 നമ്പേഴ്സ് ആണ്, 6 ഫ്രീക്വൻസി അല്ലെ. 6 ആണ് ഫ്രീക്വൻസി. നമുക്ക് 6 1 ആണ് ഉള്ളത്. ഓക്കെ, ഇതുപോലെ നമുക്ക് 2 നോക്കാം. 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 30. നമുക്ക് 2 വന്നിട്ട് 2 എത്ര എണ്ണം ഉണ്ട്? നമുക്ക് 13 2 ഉണ്ട് കേട്ടോ. 13 2 ഉണ്ട്. ഇങ്ങനെ നമുക്ക് 3ഉം 4ഉം ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് 7 ആണ്. അപ്പൊ 7 വരെ ഇങ്ങനെ എന്ത് ചെയ്യാം? താഴോട്ട് എഴുതുക കേട്ടോ. ഇവിടെ എനിക്ക് സ്ഥലത്തിന്റെ പ്രശ്നമുണ്ട്, ആണെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം. 3, 4, 5, 6, 7. ഇത്രയും നമുക്ക് ഇതിന്റെ എല്ലാം ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അങ്ങനെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രീക്വൻസി അറേ ചോദിക്കുമ്പോൾ ഓർഡറിൽ തന്നെ എഴുതുക. ഓക്കെ, ഓർഡറിൽ തന്നെ 0, 1, 2, 3, 4, 5, 6, 7 എന്നുള്ള രീതിക്ക് ഓർഡറിൽ തന്നെ. കാരണം നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സീരീസിലുള്ളതായിരിക്കും വരുന്നത്, ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആയിരിക്കും വരുന്നത്, ആബ്സല്യൂട്ട് ആയിട്ടുള്ള നമ്പറുകളായിരിക്കും. സോ അങ്ങനെ തന്നെ അടുക്കി പറക്കി എഴുതി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമുക്ക് ഇവിടെ കിട്ടുന്ന ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഈ ഒരു 45 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ മേ ബി കറക്റ്റ് ആയിരിക്കും കേട്ടോ. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ ഫ്രീക്വൻസി അറേ അങ്ങനെ ചെയ്ത് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, വേണമെങ്കിൽ ഞാൻ തന്നെ 3യും കൂടെ ചെയ്ത് കാണിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9,
10, 11, 12. ഓക്കെ, അപ്പൊ ഇവിടെ 12 ആണ് നമുക്ക് 3 വരുന്നത്. ഇനി 4 ഞാൻ വേറൊരു കളർ എടുത്ത് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, 4 നമുക്ക് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും 4 ഉണ്ടോ? ഓക്കെ. 1, 2, 3, 4. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഒരു 4 ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇത് കാണാൻ പറ്റുമോ എന്തോ. ആക്ച്വലി ഇതിങ്ങനെ ഇതായിക്കൊണ്ട് നമുക്ക് കാണാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൊ ബാക്കിയും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ബാക്കിയും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒന്ന് പറയണം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഞാനിത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. ഇത് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടുത്തെ നമ്മൾ എടുത്തില്ലായിരുന്നോ? 1, 2, 3, 4, വേറെ ഞാൻ കാണുന്നില്ല, ഒന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, ബാക്കി 4ഉം 5ഉം 6ഉം 7ഉം കൂടെ ചെയ്തിട്ട് ഒന്ന് നോക്കുക കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ടൈം പോവും. ഓക്കെ, അപ്പം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 6 ആണ്. Classification of data is a function similar to that of sorting letters in a post office. Do you agree? Explain എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഡേറ്റ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, അവർ ഈ ഡേറ്റ, ഈ ലെറ്ററുകൾ കിട്ടുമ്പോൾ അത് അടുക്കി പറക്കി വെക്കുന്നത്. അപ്പോ അതുപോലെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതോട് എഗ്രി ചെയ്യുന്നുണ്ടോ, അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെന്ന് പറയുക. കാരണം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ലെറ്റേഴ്സ് സോർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ എന്താണ് ഓരോ വീട്ടിലേക്കും കൊടുക്കേണ്ട, അല്ലെ ഓരോ ഏരിയയിലേക്ക് കൊടുക്കേണ്ട ലെറ്ററുകൾ നമ്മൾ സോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ PSCയുടെ എന്തെങ്കിലും അഡ്വൈസ് വന്ന ആൾക്കാർക്ക് അങ്ങനെ സോർട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ അപ്പോയിന്റ്മെന്റോ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ലോണിന്റെ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ വേറെ സോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെ? ഒരു ക്ലാസിഫിക്കേഷൻ എവിടെ നടക്കുന്നുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ നടക്കുന്നുണ്ട്. അവർ സെപ്പറേറ്റ് ആയിട്ട് ബാഗുകളിലായിരിക്കും ഇതൊക്കെ സൂക്ഷിക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് നമ്മൾ ഡേറ്റ ക്ലാസിഫിക്കേഷനും ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അവിടെ പറയാം. ഓക്കെ, ആൻസർ അല്ലാതെ ടോട്ടലി ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വേരിയബിൾസും ആട്രിബ്യൂട്ട്സും. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പേഴ്സ് ആണ് പറയുന്നത്, അല്ലെ? ഹൈറ്റ്, വെയിറ്റ്, നമുക്ക് കിട്ടിയ മാർക്സ് ഒക്കെയാണ് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകളാണ്. അതായത് ഇപ്പൊ കാസ്റ്റ്, റിലീജിയൻ, ജെൻഡർ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ബ്യൂട്ടി, ഇന്റലിജൻസ്, ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ആട്രിബ്യൂട്ട്സ്, അല്ലെ? ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവ സവിശേഷതകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ വേരിയബിൾസ്, ആട്രിബ്യൂട്ട്സ്, ഇത് തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കുക. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ദർ ആർ സം പ്രോബ്ലംസ് ഇൻ പ്രിപ്പയറിംഗ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓൺ ദ ബേസിസ് ഓഫ് ക്ലാസ് ഇന്റർവെൽ. ഡു യു എഗ്രി? ജസ്റ്റിഫൈ. അതായത് ക്ലാസ് ഇന്റർവെല്ലിന്റെ രീതിക്ക് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ അത് നമുക്കറിയാം, അല്ലെ? കാരണം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എത്ര ക്ലാസ് ഇന്റർവെല്ല് വേണം എന്നുള്ളത്, അല്ലെ? അത് ഒരുപാട് വലുതാവാനും പാടില്ല, ഒരുപാട് ചെറുതാവാനും പാടില്ല. അതിന്റെ സൈസ് നമ്മൾ നോക്കിക്കോണം. അതുപോലെ തന്നെ ക്ലാസ് ലിമിറ്റ്, അല്ലെ? ക്ലാസ് ലിമിറ്റ് നോക്കിക്കോണം. ഈ മാതിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അപ്പർ ക്ലാസ് ലിമിറ്റ് എത്ര എടുക്കണം, ലോവർ ക്ലാസ് ലിമിറ്റ് എത്ര എടുക്കണം, എത്ര നമ്പർ ഓഫ് ക്ലാസ് വേണം, അതിന്റെ സൈസ്, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കിക്കോണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അത്രയാണ് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ പോർഷനിൽ വരുന്നത്. അപ്പോ ഇത്രയും 1 മാർക്കും 2 മാർക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സിലേക്കും പോകാം. അപ്പൊ ഇവിടെ ആൻസർ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു 1 മാർക്ക് ക്വസ്റ്റ്യന്റെ തന്നെ 3 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. To arrange things in appropriate order and to put them into homogeneous groups. Homogeneous എന്ന് പറയുമ്പോൾ ഒരേപോലെയുള്ള ഗ്രൂപ്പ്. ഓക്കെ,
ഒരേ കാര്യങ്ങൾ വരുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹോമോജീനസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ അല്ലെ? ക്ലാസിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഓരോന്നിനെയും ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതിനെയെല്ലാം നമ്മൾ ഒരുമിച്ചാക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. A variable is continuous when it can be taken within the range any value ആണ് അല്ലെ? നമ്മൾ കണ്ടിന്യൂസിന്റെ കാര്യം പറഞ്ഞു. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഡിസ്ക്രീറ്റ് അങ്ങനെയാണോ? അല്ല. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്പെസിഫിക് വാല്യൂ മാത്രമേ നമുക്ക് എടുക്കാൻ വകുപ്പുള്ളൂ. പക്ഷെ കണ്ടിന്യൂസ് വേരിയബിൾ അങ്ങനെയല്ല. ഓക്കെ, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, പോപ്പുലേഷൻ റെഫേഴ്സ് ടു ബോത്ത് ഫ്രീക്വൻസി ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ആക്ച്വലി ഈ ടോപ്പിക് ഇപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാനില്ല. അപ്പോ എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് പോകുന്ന കൈൻഡ് ഓഫ് ഒരു ഫ്രീക്വൻസി സംഭവമാണ്. അപ്പൊ അത് നമുക്ക് പഠിക്കാനില്ല. എന്നാലും ഒന്ന് ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നെയിം ദ 3 ടൈപ്സ് ഓഫ് സീരീസ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ? 3 ടൈപ്പ് ഓഫ് സീരീസ് ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിസ്ക്രീറ്റ് എന്താണ്? കണ്ടിന്യൂസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ് അല്ലെ? അറേ എന്ന് പറയുന്ന സാധനം അറേഞ്ച് ചെയ്ത് എഴുതുന്നത് ഈ പറയുന്ന ഇൻഡിവിജ്വൽ സീരീസിലാണ്. ഡിസ്ക്രീറ്റിലാണ് നമ്മൾ ഫ്രീക്വൻസി അറേ വരുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരുന്നത് കണ്ടിന്യൂസിലാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, അത്ര 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇത് ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. 4 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്യാൻ ദർ ബി എനി അഡ്വാൻറ്റേജ് ഇൻ ക്ലാസിഫൈങ് തിങ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മൾ കാര്യങ്ങൾ ഡേറ്റ് നമുക്ക് കിട്ടുന്ന ഡേറ്റയെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഡേറ്റ കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ദെൻ നമുക്ക് അനാലിസിസ് കുറച്ചുകൂടി ഈസി ആക്കി തരും. പിന്നെന്താണ്, നമുക്ക് ഡേറ്റയുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന് എഴുതി വെച്ചേക്കുക. ഓക്കെ ഓക്കെ അടുത്തത്, സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് എക്സാമ്പിൾ ഫോർ ദ ഫോളോയിങ്. ഇവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടില്ല. മീനിങ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാലും അവിടെ നമ്മൾ എഴുതേണ്ട ഒരു ആൻസർ ആണിത്. ക്രൊണോളജിക്കൽ ഉണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് മന്ത്, ഇയർ അല്ലെ, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സ്പാഷ്യൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ജോഗ്രഫിക്കൽ ഏരിയയുടെ ബേസിലായിരിക്കും നമ്മൾ സ്റ്റേറ്റ് അല്ലെ, ഇപ്പൊ ഇന്ത്യ, കേരള, ഡിസ്ട്രിക്ട് അങ്ങനെ അങ്ങനെ എടുത്തു പോകുന്നത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി അല്ലെ, നമ്പറിന്റെ ബേസിസിലായിരിക്കും. അതിന്റെ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ക്രോണോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ടൈമിന്റെ ബേസിസിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ, അതിനെയൊക്കെ വെച്ചിട്ട് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വേരിയബിൾ? എന്താണ് വേരിയബിൾ? അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ ഡിസ്ക്രീറ്റ് അതുപോലെ കണ്ടിന്യൂസ് വേരിയബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അല്ലെ. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ ആണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് കണ്ടിന്യൂസ് ആവാം, ഡിസ്ക്രീറ്റും ആവാം. കണ്ടിന്യൂസിൽ നമുക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ അല്ലെ, ഏത് ന്യൂമറിക്കൽ വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഫ്രാക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ അല്ലാതുള്ള നമ്പറുകൾ എടുക്കാം, ഡെസിമൽ എടുക്കാം. പക്ഷേ ഡിസ്ക്രീറ്റ് വേരിയബിളിന് സർട്ടൺ വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. ചില പ്രത്യേക വാല്യൂസ് മാത്രമേ നമുക്ക് ഈ പറയുന്ന ഡിസ്ക്രീറ്റ് വേരിയബിളിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് വേരിയബിൾ എന്താണെന്നും വേരിയബിൾസിന്റെ അകത്തുള്ള ടൈപ്സ്, അതായത് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും തമ്മിലുള്ള എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. അതേണ്ട വീണ്ടും നമ്മുടെ എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അപ്പർ ക്ലാസ് ലിമിറ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്, ഒഴിവാക്കുകയാണ്. ലോവർ ക്ലാസ് ലിമിറ്റ് അവിടെ തന്നെ കാണും, പക്ഷേ അപ്പർ ക്ലാസ് ലിമിറ്റ് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇൻക്ലൂസീവ് മെത്തേഡിലാണ് നമ്മൾ അപ്പർ ക്ലാസ്സിനെയും ലോവർ ക്ലാസ്സിനെയും എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ അപ്പർ ക്ലാസ് ലിമിറ്റും ലോവർ ക്ലാസ് ലിമിറ്റും വരും. അതേസമയം എക്സ്ക്ലൂസീവില് നമ്മൾ അപ്പറിനെ ഒഴിവാക്കുകയായിരിക്കും ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ഇങ്ങനെ അങ്ങ് ഓർത്താൽ മതി, എക്സ്ക്ലൂസീവ്, എക്സ്ക്ലൂഡഡ്, അപ്പർ ക്ലാസ് ലിമിറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ 4 മാർക്സിന്റെ ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ക്ലാസിഫിക്കേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്,
വേരിയബിൾ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അതുപോലെ എക്സ്ക്ലൂസീവ് മെത്തേഡ് ഇൻക്ലൂസീവ് മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസ്. 5 മാർക്സ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനും ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്വാണ്ടിറ്റി ആണ്, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ആട്രിബ്യൂട്ട്സ് ആണ് അല്ലെ. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ആണ് അവിടെ ബേസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതിക്കോണം. വേജസ്, മാർക്ക് അല്ലെ, അതൊക്കെ നമുക്ക് എഴുതാം. അതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. എന്നാൽ ഓണസ്റ്റി, ബ്യൂട്ടി, ഇന്റലിജൻസ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ക്വാളിറ്റേറ്റീവ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഡാറ്റ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതെന്തായാലും ചെയ്ത് നോക്കുക. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണേ. കാരണം ഇത് ഞാൻ ചെയ്ത് തരുന്നതിലും നല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ ഞാനൊരു ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം. ഇപ്പം ഇൻക്ലൂസീവ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ നമുക്ക് ഏറ്റവും ചെറിയത് നമ്പർ ഏതാണെന്ന് നോക്കാം. ഇവിടുത്തെ ഏറ്റവും ചെറിയ നമ്പർ നമുക്ക് 1 ആണ് അല്ലെ. 1 ആണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ നിങ്ങൾ നോക്കിക്കേ. ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോ ഓക്കെ, ഇവിടെ കോമ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ആവുമെന്ന് അറിയില്ല. ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 37 ഉണ്ട്. ഓക്കെ, 37 ആണ് അല്ലെ. 37 അപ്പുറത്തേക്ക് പോയിട്ടില്ല. 37 ആണ് ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 41 അല്ല കേട്ടോ, ഇത് 4ഉം 1ഉം ആണ്. കൺഫ്യൂഷൻ ആവരുത്. അപ്പോ അതായത് ഗ്യാപ്പ് ഇല്ലാതെ കൊടുത്തിരിക്കുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇൻക്ലൂസീവില് എത്ര ഗ്യാപ്പിന്റെ എടുക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് 0 to 5 അങ്ങനെയുള്ള രീതിയിൽ പോവാം. അപ്പൊ ഞാൻ ഇവിടെ 1 to 7 എന്നുള്ള രീതിക്ക് എടുക്കുകയാണ്. 1 to 7, 7 to 4, അതായത് 8 to 14, പിന്നെ 15 to 21, 22 to 28 അങ്ങനെയുള്ള രീതിക്ക്. ഓക്കെ, 8 to 15, 8 to 15 അങ്ങനെ ഒരു 7ന്റെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പോവാണേ. 1 to 7, 8 to 15 അങ്ങനെ അടുത്തത് 15 to 21 അങ്ങനെ ഒരു രീതിക്ക് ഞാൻ പോവാണ്. അപ്പൊ അത് നമുക്ക് ഇൻക്ലൂസീവ് മെത്തേഡ് ആണ്, ഇൻക്ലൂസീവ് ആണ്. ഇപ്പൊ ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ 7 വന്നു കഴിഞ്ഞാൽ നമ്മൾ 7 ഈ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെയായിരിക്കും ആഡ് ചെയ്യുന്നത്. എന്നാൽ എക്സ്ക്ലൂസീവില് നമുക്ക് ഏതെടുക്കാം? ഞാൻ എക്സ്ക്ലൂസീവില് ഇതേ രീതിയിൽ തന്നെ എടുക്കുകയാണ്. 1 to 8 എടുക്കാം. 1 to 8, 8 to 15 ആ ഒരു രീതിയിൽ ഞാൻ എടുക്കുകയാണെന്നിരിക്കട്ടെ. കാരണം ഇതിന്റെ ഒരു മെഷർമെന്റ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഇതിന്റെ ഒരു മെഷർമെന്റ് വെച്ചുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. കാരണം ഇത് അങ്ങനെ കിടക്കുന്ന ഒരു നമ്പർ ആണല്ലോ. അപ്പൊ 0 to 5 അങ്ങനെ പോകുമ്പോൾ കുറേ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതാവുമ്പോൾ പെട്ടെന്ന് നിന്നോളും. അപ്പൊ അങ്ങനെ ഈ രണ്ട് രീതിയിലും എടുത്തിട്ടൊന്ന് നോക്കുക കേട്ടോ. നിങ്ങളുടെ ലോജിക്കിന് വേറെ ഏതെങ്കിലും രീതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇൻക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ അറിയാലോ, നമ്മുടെ അപ്പർ ക്ലാസ്സിനെ അവോയ്ഡ് ചെയ്യില്ല. എക്സ്ക്ലൂസീവിലായിരിക്കും അപ്പർ ക്ലാസ്സിന് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. ഇവിടെ 8 റിപ്പീറ്റ് വന്നാൽ നമ്മൾ ഇവിടെ ആയിരിക്കും 8 എടുക്കുന്നത് കേട്ടോ. സെക്കൻഡ് ക്ലാസ്സിലായിരിക്കും നമ്മൾ 8 എടുക്കുന്നത്. അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക. അങ്ങനെ ഡാറ്റ ഫ്രീക്വൻസി അറേയുടെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ വീണ്ടും ഒരു ഫ്രീക്വൻസി അറേയുടെ ക്വസ്റ്റ്യൻ, പിന്നെ ഇതാണ്ട് എക്സ്ക്ലൂസീവ് മെത്തേഡ് ഉപയോഗിച്ച് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻ, അതുപോലെ ഇൻക്ലൂസീവ് മെത്തേഡ് ഉപയോഗിച്ച് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. ഉറപ്പായിട്ടും ചെയ്തു നോക്കുക. ഇതിന്റെ ആൻസേഴ്സ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ആൻസേഴ്സ് വേണമെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. അപ്പോ ഇത് പ്രത്യേകിച്ച് ആൻസർ ആയിട്ടൊന്നും കൊടുക്കാനൊന്നും ഇല്ല. കാരണം ടാലി വെച്ച് നമ്മൾ ആ ഡേറ്റ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് നിർബന്ധമായിട്ട് ചെയ്തു നോക്കുക കേട്ടോ. അടുത്തത് ഫൈനലി നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ഭാഗത്തുനിന്ന് ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ മോസ്റ്റ് പ്രോബബ്ലി ഇത് ചോദിക്കാനായിരിക്കും ചാൻസസ് കൂടുതൽ കേട്ടോ. ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ കൂടുതലും പോസിബിലിറ്റി. ഫൈനലി നമുക്കൊരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. ഡിഫൈൻ ആൻഡ് ഇലിസ്ട്രേറ്റ് ദ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് മെത്തേഡ് യൂസ്ഡ് ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. ഇത് കണ്ട് നിങ്ങൾ എക്സാം ഹോളിൽ ഇരുന്ന് ഞെട്ടരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇവിടെ നിങ്ങൾക്ക് ഏത് ഡേറ്റ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് വെച്ചിട്ട് ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് മെത്തേഡിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി അങ്ങ് കാണിച്ചാൽ മതി. ഇപ്പം ഞാൻ മുമ്പേ എടുത്തതുപോലെ തന്നെ ഇപ്പം അതിൽ നിന്ന് വേണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് ഒരെണ്ണം എടുക്കാം. ഇപ്പൊ ഇൻക്ലൂസീവ് മെത്തേഡ് ഞാൻ INN കൊടുക്കുന്നുള്ളേ. ഇൻക്ലൂസീവ് മെത്തേഡിൽ ഏതാണ്ട് നിങ്ങൾക്ക് വെറുതെ ആണ് ഇങ്ങനെ കൊടുക്കാം 0 to 9, 10 to 19. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഇൻക്ലൂസീവ് മെത്തേഡിന്റെ ചാർട്ട് ഉണ്ടാക്കാം. താഴോട്ട് കുറച്ചുകൂടെ ഉണ്ടാക്കുക കേട്ടോ. ഒരു 20 to 29, 30 to 39 അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കുക. അതുപോലെ നമുക്കിവിടെ എക്സ്ക്ലൂസീവ് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഉണ്ടാക്കി വെച്ചാൽ മതിയുടെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 10 to 20, അതുപോലെ 20 to 30. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് അത് ഡിഫൈൻ ചെയ്യാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുക. ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അപ്പർ ക്ലാസ് ലിമിറ്റിനെയും ലോവർ ക്ലാസ് ലിമിറ്റിനെയും ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ എക്സ്ക്ലൂസീവ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പർ ക്ലാസ്സിനെ അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ കൃത്യമായിട്ട് പറയുകൂടെ ചെയ്യുക. പിന്നീട് ഒക്കെ ഒരു ബോക്സ് ഒക്കെ വരച്ച് നല്ല വൃത്തിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ, നല്ലതായിരിക്കും. ഓക്കെ, നല്ല വൃത്തിയായിട്ട് ഇതുപോലല്ല, നല്ല വൃത്തിയായിട്ട് വരച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇത് രണ്ട് ബോക്സ് ആയിട്ട് വരച്ച് ഫ്രീക്വൻസി ഒക്കെ എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഇവിടെ ഡേറ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഇതും ഇതിന്റെ ഫ്രീക്വൻസിയും കൂടെ വെച്ച് എഴുതി അങ്ങനെ ബോക്സ് ആക്കി ഇൻക്ലൂസീവ് മെത്തേഡ് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്നൊക്കെ ഹെഡിങ് ഒക്കെ കൊടുത്ത് വൃത്തിയായിട്ട് ഈ ഒരു ആൻസർ ചെയ്യാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത്. ഇതിനകത്ത് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇതിനകത്തൊന്നും ഇനി റിപ്പീറ്റ് പറയേണ്ട കാര്യമില്ല. സോ നമ്മുടെ തേർഡ് ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റീച്ച് ചെയ്യുക, ഉറപ്പായിട്ടും ചോദിക്കുക. അപ്പോ താങ്ക് യു, ഹാപ്പി ലേണിംഗ്.